വെൽക്കം ബാക്ക് ടു നാനോ സ്ട്രീംസ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ദഹിവടയാണ്. നമുക്ക് പുറത്ത് പോയപ്പോൾ ദഹിവടയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ദഹിവട ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് വടക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉഴുന്നാണ്. ഞാൻ ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഉഴുന്നാണ്. പിന്നെ ജീരക പൊടിച്ചത്, പിന്നെ 2 പച്ചമുളകും, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും, പിന്നെ സോൾട്ടും. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് ഉഴുന്നെടുത്ത് വെക്കാം. പിന്നെ നമുക്ക് പുളിവെള്ളം, കുറച്ച് ശർക്കര, കുറച്ച് പുളി വിട്ട് പുളിവെള്ളമാണിത്. പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, ഇത് നമ്മുടെ ഗ്രീൻ ചട്നിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു പച്ചമുളകും, പിന്നെ കുറച്ച് സോസും, പിന്നെ സേവ, തൈര്, പിന്നെ ചാട്ട് മസാല. അപ്പോൾ ആദ്യം വട ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഉഴുന്നടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ജാറിലിട്ട് അരക്കാം. അത് നമുക്ക് ഈ ഉഴുന്നിടാം. വെള്ളം കുറച്ച് മതി കേട്ടോ, കാരണം നല്ലപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഇടുന്നത്. നല്ലപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്നിടുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് 2 ഈ പച്ചമുളകും ഈ ഇഞ്ചി ഇടാം. 2 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് മിക്സിയിലോട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 30 മിനിറ്റ്സിലേക്ക് സെറ്റാകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എണ്ണയിലിട്ട് വറക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഉരുളാക്കി ഇട്ടാം. ഉരുളാക്കണമെന്നില്ല, അല്ലാണ്ട് ഇടാം നിങ്ങൾക്ക്. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലോട്ടേക്ക് ഇതിടാം. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. അടുത്ത ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തതിടാം. നമുക്ക് അടുത്തതിടാം. ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. പിന്നെ നമുക്ക് അടുത്തത് പോരാം. വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും ഉപ്പും ഇട്ട് ഇളം ചൂടുവെള്ളത്തിലോട്ടേക്ക് ഈ നമുക്ക് വടയിടാം. നമ്മൾ ഈ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് ഞാൻ സിറപ്പിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 15 to 20 മിനിറ്റ്സേക്ക് ഇതൊന്ന് വയ്ക്കാം. ഇതൊന്ന് സോക്കാവുന്നവരെ നമ്മുടെ മല്ലിയില ചട്നി ഉണ്ടാക്കാം. ആദ്യം നമുക്ക്
അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയ ദഹിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഷുവറായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഞാനൊരു പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ.